ഹലോ സ്റ്റുഡൻസ്. സോ എല്ലാവരും അപ്പോൾ +1 ബോർഡ് എക്സാമിൻ്റെ എല്ലാം തിരക്കിലായിരിക്കുമല്ലോ. ഓക്കെ, നമ്മളപ്പം ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. ഫിസിക്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ടഫാണ്, പക്ഷേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓഡിയബിൾ അല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഒന്ന് കമൻ്റ് ഇടുമോ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് ടെമ്പറേച്ചർ ഓൺ ഫാരൻ സ്കെയിൽ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലും ഫാരൻ സ്കെയിലും തമ്മിലുള്ള എന്താണ് പറയുന്നത്? ടെമ്പറേച്ചറിനെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇതാണ് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേറ്റ് സ്കെയിൽസ് തമ്മിൽ ഉള്ള ഒരു റിലേഷൻ ഇതാണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ നമുക്ക് നോക്കാം. അതാണ് XT - LFP ഡിവൈഡഡ് ബൈ N. എന്താ ഈ XT, LFP, N ഇതൊക്കെ എന്താ സാധനം? ഓക്കെ, നമുക്ക് പറയാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആദ്യം സ്കെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെ സ്കെയിൽസ് നമുക്ക് ഉണ്ടെന്ന് നോക്കാം. സോ സ്കെയിൽസ് നമുക്ക് ഇവിടെ എഴുതിയാൽ കാണുമല്ലോ ചിലപ്പം. സോ ഏതൊക്കെ സ്കെയിൽസ് ഉണ്ടെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ LFP എന്താണെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ UFP എന്താണെന്ന് നോക്കാം. ആൻഡ് ഫൈനലി N എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 സ്കെയിൽസാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ സ്കെയിൽ സെൽഷ്യസ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലിൻ്റെ LFP എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൽഷ്യസ് സ്കെയിൽ നമ്മൾ എടുക്കുമ്പം അതിൽ ഏത് ടെമ്പറേച്ചറിലാണോ അത് ഐസ് ആവുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LFP എന്ന് പറയുന്നത്. LFPനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത് ലോവർ ഫിക്സഡ് പോയിന്റ് എന്നാണ്. അല്ലെങ്കിൽ നമുക്കിതിനെ ഐസ് പോയിന്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം സെൽഷ്യസ് സ്കെയിലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കെയിൽ എടുക്കുമ്പോൾ ആ സ്കെയിലിൽ ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണോ ഐസ് ആവുന്നത് ദാറ്റ് ഇസ് കോൾഡ് LFP. ഓക്കെ, അപ്പോൾ സെൽഷ്യസിൽ നിങ്ങൾ പറ ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് ഐസ് ആവുക? 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ. ഇനി എന്താണ് UFP? UFP എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, UFP എന്താണ്? അപ്പർ ഫിക്സഡ് പോയിന്റ്. അപ്പർ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, അപ്പർ ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പർ ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്കെയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സ്കെയിലിൽ ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണോ ഈ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പർ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെൽഷ്യസ് സ്കെയിൽ നിങ്ങൾക്ക് അറിയാലോ അത് എത്രയാ? അതാണ് 100 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് N എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ഡിവിഷൻസ്. ഓക്കെ, N എന്ന് പറയുന്നത് എന്താണ്? N എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡിവിഷൻസ്. ഓക്കെ, നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LFP - UFP. ഓക്കെ, സോ N is equal to LFP അല്ല, N is equal to UFP minus LFP. ഓക്കെ, UFP minus LFP. ഓക്കെ, അപ്പം നമ്മൾ ഈ പറയുന്ന സെൽഷ്യസ് സ്കെയിലിൽ ഏതാണ് UFP എന്ന് പറയുന്നത്? 100 മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. ലോവർ ഫിക്സഡ് പോയിന്റ് എത്രയാ? 0. സോ 100 - 0 is equal to എത്രയാ? 100. അടുത്തത് കെൽവിൻ സ്കെയിൽ. ഓക്കെ, കെൽവിൻ സ്കെയിലിൽ ഈ പറഞ്ഞ LFP എന്ന് പറയുന്നത് എത്രയാ? 273 കെൽവിൻ എന്ന് വെച്ചാൽ കെൽവിൻ സ്കെയിൽ 273 ആകുമ്പോഴാണ് ഐസ് ആവുന്നത്. ആൻഡ് അപ്പർ ഫിക്സഡ് പോയിന്റ് എത്രയാണ്? ദാറ്റ് ഈസ് 373 കെൽവിൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് തമ്മിലുള്ള N എത്രയാ? 373 - 273. അപ്പോൾ അത് എത്രയായി? 100. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഒരാളും കൂടിയുണ്ട്, അതാണ് ഫാരൻ ഹീറ്റ് സ്കെയിൽ. ഫാരൻ ഹീറ്റ് സ്കെയിലിൽ ലോവർ ഫിക്സഡ് പോയിന്റ് എത്രയാണ്? ഫാരൻ ഹീറ്റ് സ്കെയിലിൽ ലോവർ ഫിക്സഡ് പോയിന്റ് ആണ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൻഡ് അതിൻ്റെ അപ്പർ ഫിക്സഡ് പോയിന്റോ അതാണ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 212 - 32 ദിസ് ഈസ് ഈക്വൽ ടു 180. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഫാരൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും കണക്ട് ചെയ്യുന്ന റിലേഷൻ. ഓക്കെ, ഇതാ ഈ രണ്ട് സാധനങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ കയ്യിലുണ്ടല്ലോ, ഇനി എഴുതാലോ. XT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലുള്ള എന്താ പറയുക, ഇപ്പം സെൽഷ്യസിലോ ഏതിലാണോ നമ്മൾ കൊടുക്കുന്നത് അതിൽ നമുക്ക് അറിയാത്തൊരു ടെമ്പറേച്ചർ, അറിയാത്ത സാധനത്തിനാണല്ലോ നമ്മൾ X എന്ന് പറയാം. ഓക്കെ, സോ XT എന്ന് പറയുന്നത് ഓക്കെ എന്താണ്? TC മൈനസ് എത്രയാണ്? സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ മൈനസ് അതിൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ്. അത് എത്രയാ? അതിൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ് എത്രയാ? 0 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇത് എന്തിന് ഈക്വൽ ആണ്? ഫാരൻഹീറ്റിൻ്റെ എടുക്കുമ്പോൾ TF മൈനസ് ഫാരൻഹീറ്റ് ലോവർ ഫിക്സഡ് പോയിന്റ് എത്രയാണ്?
ഫെറൻ്റെ ലോ ഓഫ് ഫിക്സഡ് പോയിന്റ് 32 ഡിവൈഡഡ് ബൈ അതിൻ്റെ എന്താണ് n എന്ന് പറയുന്ന വാല്യൂ, അപ്പോൾ 180. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? TC ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു TF മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 ഡിഗ്രി ഫെറൻ. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ? നമുക്ക് നോർമൽ ഹ്യൂമൻ ബോഡീൻ്റെ ടെമ്പറേച്ചർ ഫെറനിൽ തന്നിട്ടുണ്ട്, നമ്മളോട് അതിനെ സെൽഷ്യസിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ കണ്ടല്ലോ ഒരു ഇക്വേഷൻ, അതേ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം എന്താ? TC മൈനസ് 0 ഡിവൈഡഡ് ബൈ, എന്തായാലും നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ഇക്വേഷൻ? ഓക്കെ, TX മൈനസ് LFP ഡിവൈഡഡ് ബൈ n എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. TXന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? TC മൈനസ് ലോ ഓഫ് ഫിക്സഡ് പോയിന്റ് 0 ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് ഡിവിഷൻസ്, അത് എത്രയാണ്? 100 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഫെറനിലേക്കല്ലേ? അപ്പം TF മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ഓക്കെ, അങ്ങനെയാണെങ്കിൽ TC ഈസ് ഈക്വൽ ടു എന്താണ്? TFനെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. TF എത്രയാണ് തന്നിട്ടുണ്ട്? TF ഈസ് ഈക്വൽ ടു 98.6 ഡിഗ്രി ഫെറൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. 98.6 മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. ഇനി ഇപ്പുറത്തുള്ള 100ന് നമ്മൾ ഇപ്പുറം കൊണ്ടുവരാം, അപ്പോൾ അതിന് 200. ഓക്കെ, ഇതൊക്കെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 37 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ഈസി അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ബോയിൽസ് ലോ, സ്റ്റേറ്റ് ബോയിൽസ് ലോ. ഓക്കെ, എന്താണ് ബോയിൽസ് ലോ? ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഇപ്പം ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ബോയിൽസ് ലോ ആരെയാണ് കോൺസ്റ്റൻ്റ് ആക്കുന്നത്? ടെമ്പറേച്ചറിനെയാണ് കോൺസ്റ്റൻ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എഴുതുമ്പം തന്നെ എഴുതാം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ പറയുന്നത്? യെസ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ പറയുന്നത് എന്താണ്? വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി, കാണുന്നില്ലടാ, പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി. ഓക്കെ, ദ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് എ ഗ്യാസ് is inversely proportional to ആർക്ക്? വോളിയം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് എ ഗ്യാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോളിയം. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ അതിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ പ്രഷർ എന്ന് പറയുന്ന സാധനം വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? PV is equal to കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് വളരെ സിമ്പിളാണ് അല്ലേ? എന്താ? PV is equal to nRT. എന്താണ് P എന്ന് വെച്ച് കഴിഞ്ഞാൽ? P എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ. V എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? V എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം. N എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? N ഈസ് നമ്പർ ഓഫ് മോൾസ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? R എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാ? ദാറ്റ് ഈസ് 8.31 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, പിന്നെ ഫൈനലി ആരുണ്ട്? ടെമ്പറേച്ചർ. T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV is equal to nRT. ഓക്കെ, P എന്താണ്? പ്രഷറാണ്. V എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വോളിയം. ആൻഡ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഫൈനലി T എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞല്ലോ. ഇനി അപ്പോൾ അതോടുകൂടി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. അത് അത്രയേ ഉള്ളൂ. PV is equal to nRT. ആ റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നത്, ആ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കുന്നത്, അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഞാനൊരു സാധനത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാണ്. ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എന്ത് കൂടാണ്? ഡയമെൻഷൻസിൽ ചേഞ്ച് വരാണ്. ഫോർ എക്സാമ്പിൾ ഈ പെന്നിന് ഞാൻ എന്താണ് ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രെഡ്ത്ത് കൂടാണ്. സോ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ എക്സ്പാൻഷൻ. സോ എന്താണ്? ദ ഇൻക്രീസ് ഇൻ ഡയമെൻഷൻ ഡ്യൂ ടു ഇൻക്രീസ് ഇൻ വാട്ട്? ടെമ്പറേച്ചർ. ഓക്കെ, സോ ദ increase in
ഇൻക്രീസ് ഇൻ ദ ആർക്കാണ് ഇൻക്രീസ് ഡയമെൻഷൻ ഓക്കെ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ദ increase in its due to the increase in its temperature okay so മനസ്സിലായല്ലോ എന്താ പറയുന്നത് തേർമൽ എക്സ്പാൻഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ ഒരു ബോഡിയുടെ ഡയമെൻഷൻ ഇൻക്രീസ് ആവുക എന്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ദാറ്റ് ഈസ് കോൾഡ് തേർമൽ എക്സ്പാൻഷൻ സോ ദ ഇൻക്രീസ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ടെമ്പറേച്ചർ ഓക്കെ അടുത്തത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ യെസ് എന്താണ് ഒരു സാധനത്തിൻ്റെ ഡയമെൻഷൻ അതിൻ്റെ ലെങ്ത് വൈസ് സാധനം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ സോ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ എൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓക്കെ ആൽഫ എൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സപ്പോസ് നിങ്ങളോട് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന് പകരം കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ആണ് ചോദിച്ചെങ്കിൽ എങ്ങനെ എഴുതും ആൽഫ എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളോട് ചോദിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്തും ആൽഫ വി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ സോ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് നമ്മളോട് ചോദിച്ചത് നമ്മൾ ഇത് മാത്രമേ എഴുതണ്ടൂ ബാക്കി ഞാൻ പറഞ്ഞു തന്നതാണ് ഓക്കെ ഏരിയൽ എക്സ്പാൻഷൻ ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അതേമാതിരി ചേഞ്ച് ഇൻ വോളിയം ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ആണ് ചോദിക്കുന്നതെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓക്കെ അടുത്തത് ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ വൺ ആൻഡ് ആൽഫ എൽ ആൻഡ് ആൽഫ എ ഓക്കെ ആൽഫ എല്ലും ആൽഫ എയും ഒക്കെ എന്താണ് ഇതാ ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങൾ ഓക്കെ ഇതാണ് ആൽഫ എൽ ഇതാണ് ആൽഫ എ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഓക്കെ സോ ആൽഫ എല്ലിൻ്റെ റിലേഷൻ ആൽഫ എല്ലിൻ്റെ ഇക്വേഷൻ എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓക്കെ ആൽഫ എ എന്താണ് ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓക്കെ എന്താണ് ആക്ച്വലി ഏരിയ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൽ സ്ക്വയർ അല്ലേ ഇപ്പം സപ്പോസ് എൻ്റെ കയ്യിലൊരു സ്ക്വയർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ 4 സൈഡ്സും എല്ലാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് എൽ സ്ക്വയർ എന്നാണ് പറയാം ഇനി അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ലെങ്ത്തിൽ എന്ത് മാറ്റം വരുത്തിയാലും അത് ആരെ എഫക്റ്റ് ചെയ്യും ഏരിയനെ എഫക്റ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് ഒരു ഡെൽറ്റ എൽ ലെങ്ത് കൂട്ടുകയാണെന്ന് വിചാരിച്ചോ ഒരു ഡെൽറ്റ എൽ ലെങ്ത് കൂട്ടാം സപ്പോസ് ഇതാണ് എൻ്റെ പുതിയ ബോഡി എന്ന് വിചാരിച്ചോ ഒരു ഡെൽറ്റ എൽ ലെങ്ത് കൂട്ടി അപ്പം ഇത് എൽ പ്ലസ് ഡെൽറ്റ എൽ അങ്ങനെയാണെങ്കിൽ ഇതിന് പുതിയൊരു ഏരിയ ആയിരിക്കുമല്ലോ ആ ഏരിയനെ ഞാൻ എ ഡാഷ് എന്ന് വിളിക്കുകയാണ് സോ എ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താവും എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ എന്നാകും ഓക്കെ സോ ഏരിയ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ എന്നാകും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കുന്നത് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ് എ ഡാഷ് മൈനസ് എ ഓക്കെ എ ഡാഷ് എന്താ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഓക്കെ ഇനി എന്താണ് എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ സി നമുക്കിതിനെ അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഇതാണ് ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാമല്ലോ സോ എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഓക്കെ ഇതിൽ നമുക്ക് ഈ എൽ സ്ക്വയറും ഈ മൈനസ് എൽ സ്ക്വയറും കട്ട് ചെയ്യാം ആൻഡ് ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് ആര് മാത്രമേ ഉള്ളൂ 2l ഡെൽറ്റ എൽ ഓക്കെ അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ കിട്ടി ഒറിജിനൽ ഏരിയ എത്രയാണ് എ ഡാഷ് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഇക്വേഷനിലേക്ക് നമുക്കിതിനെ എന്ത് ചെയ്യാം കൊടുക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ആൽഫ എ ഈസ് ഈക്വൽ ടു എന്താ ചോദിച്ചത് ആൽഫ എ എന്താ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓക്കെ ചേഞ്ച് ഇൻ ഏരിയ എന്താണ് 2l ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ എന്താണ് ഒറിജിനൽ ഏരിയ നോക്ക് ഇതാ ഇവിടെ ഇല്ലേ ഒറിജിനൽ ഏരിയ ഈസ് എൽ സ്ക്വയർ അപ്പം നമുക്കത് എഴുതിക്കൂടെ എൽ സ്ക്വയർ ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇനി എന്ത് ചെയ്യാം ഈ എല്ലും ഈ എൽ സ്ക്വയറും കട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉള്ളത് 2 ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്നായി ഓക്കെ ഈ സാധനത്തിന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ എവിടെയാണ് കണ്ടിട്ടുള്ളത് ഇതാണിത്
അങ്ങനെയാണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം? 2 ആൽഫ എൽ എന്ന് എഴുതാം. ഓക്കെ, സോ ഇതാണ് റിലേഷൻ എന്ന് ചോദിച്ചാൽ. അപ്പം ഏരിയയും എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും എങ്ങനെയാണ് റിലേഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ആൽഫ എൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്നല്ലോ. ഓക്കെ, ഹലോ. അടുത്തത് ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? യെസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റ് മാസിന് ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയേർഡ് എന്തിനു വേണ്ടിയിട്ടാ? റിക്വയേർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് യൂണിറ്റ് മാസിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം. യൂണിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എത്ര കൂട്ടണം? 1 യൂണിറ്റ് കൂട്ടണം. ഓക്കെ, സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ഓക്കെ, സോ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് എ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 യൂണിറ്റ്. ഒരു യൂണിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ്, ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസസിന് യൂണിറ്റ് ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാ. നമുക്ക് എസ് എന്ന ലെറ്ററിലാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി. ഓക്കെ, ഓക്കെ, ഇതിൽ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ്. ആൻഡ് എം എന്താണ്? മാസ്. ആൻഡ് ടി ഈസ് ടെമ്പറേച്ചർ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് പറഞ്ഞേ. ഇതിൻ്റെ യൂണിറ്റ് എന്താ? ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് അല്ലേ? അപ്പോൾ ഹീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോം അതിൻ്റെ യൂണിറ്റ് ജൂൾ, പിന്നെ കിലോഗ്രാം ഇൻവേഴ്സ്, ടെമ്പറേച്ചർ കെൽവിൻ ഇൻവേഴ്സ്. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് വാട്ടർ ഈസ് യൂസ്ഡ് ആസ് കൂളൻറ്റ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ആസ് വെൽ ആസ് ഹീറ്റർ ഇൻ ഹോട്ട് വാട്ടർ ബാഗ്സ്. വൈ? ഓക്കെ, അപ്പം ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സിലും ഹോട്ട് വാട്ടർ ബാഗ്സിലൊക്കെ നമ്മൾ കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടറിനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി വാട്ടറിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 4186 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഇതാണ് വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു പോണ്ട് എടുക്കുകയാണെന്ന് വെച്ചു. ഇപ്പം ഞാൻ എൻ്റെ ഒരു സൈഡിൽ റോഡ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു സൈഡിൽ ഒരു കുളം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ ഈ പറഞ്ഞ 2 സ്ഥലത്തും ഒരുപോലെ വെയിലടിക്കുകയാണ്. പക്ഷേ ഞാൻ ചെരുപ്പില്ലാതെ റോഡിലൂടെ നടക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് കാല് പൊള്ളും. എന്നാൽ അതേസമയം ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നാൽ എനിക്ക് ആ പ്രശ്നം ഉണ്ടാവുമോ? അത്രയ്ക്ക് ചൂടുണ്ടാവില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് വെള്ളത്തിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ ഹീറ്റിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അത്ര ചൂട് തോന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് വെരി ഹൈ. ഓക്കെ, ഇതിൻ്റെ ആൻസർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് വെരി ഹൈ. ഓക്കെ, വളരെ കൂടുതലാണ്. അത് എത്രയാണെന്ന് വാല്യൂ എഴുതണമെങ്കിൽ നിങ്ങൾ ഇതും കൂടി എഴുതാം. ഓക്കെ, 4186 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, അടുത്തത് മെഷർമെൻറ്റ് ഓഫ് ഹീറ്റ് ഈസ് കോൾഡ്. ഹീറ്റിനെ മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കലോറിമെട്രി. സപ്പോസ് ഡിവൈസ് ആണ് ചോദിച്ചതെങ്കിൽ എന്ത് എഴുതണം? കലോറിമീറ്റർ എന്ന് എഴുതണം. ഓക്കെ, കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഓൺ ഹിൽസ്, ഗീവ് റീസൺ. ഓക്കെ, കുക്കിംഗ് ഹിൽ റീജിയൻസിൽ ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. സി, നമ്മുടെ പ്രഷർ കുറയുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പം ഈ സീ ലെവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ പറഞ്ഞ ഹിൽ റീജിയൻസിലേക്ക് പോകുന്തോറും പ്രഷർ കുറഞ്ഞു വരും. അപ്പോൾ പ്രഷർ കുറയുന്നതിനനുസരിച്ച് ആര് കുറയും? ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ സീ ലെവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അവിടുത്തെ കുക്കിംഗ് എന്തായിരിക്കും? കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതാണ് ആൻസർ ചെയ്യുന്നത്. ഓക്കെ, the boiling point decreases
with decrease in pressure. ഓക്കെ, പ്രഷർ കുറയുന്നതിനനുസരിച്ച് ആര് കുറയും? ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിൽ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് atmospheric pressure is lower than ആരേക്കാളും ലോവർ ആണ്? സീ ലെവലാണ്. ഓക്കെ, ലോവർ ദാൻ സീ ലെവൽ. ദാർഫോർ കുക്കിംഗ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ എന്താ എഴുതേണ്ടത്? ബോയിലിംഗ് പോയിന്റ് പ്രഷർ കുറയുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ചെല്ലും തോറും എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും സീ ലെവലിനെ കമ്പയർ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുക്കിംഗ് എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഡിഫൈൻ ലേറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ ഞാൻ 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആക്കണം. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ അത് ആര് മാറുന്നുണ്ട്? ഐസ് എന്ന് പറയുന്ന സാധനം വാട്ടർ എന്ന് പറയുന്ന സാധനമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ the amount of heat per unit mass. Okay, amount of heat per unit mass transferred. Okay, the amount of heat per unit mass transferred during change of state of the substance. ഇതിനാണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സബ്സ്റ്റൻസസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ലേറ്റൻറ്റ് ഹീറ്റിൽ എന്തില്ല? ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, സ്റ്റേറ്റ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ട്? ഐസ് വാട്ടർ ആവുന്നത് സ്റ്റേറ്റ് ചേഞ്ചാണ്. ഓക്കെ, വാട്ടർ വേപ്പേഴ്സായി മാറുന്നതും ഒരു സ്റ്റേറ്റ് ചേഞ്ചാണ്. ഓക്കെ, ഐസ് വാട്ടർ ആവുന്ന സ്റ്റേറ്റ് ചേഞ്ചിനെ നമ്മൾ എന്താ വിളിക്കുക? മെൽറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മെൽറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് വാട്ടർ വേപ്പർ ആവുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ, വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ ഈ പറഞ്ഞ ഐസ് വാട്ടർ ആകുന്ന സമയത്തുള്ള എന്താണ് ഈ ലേറ്റൻറ്റ് ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്താണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ആൻഡ് വാട്ടർ വേപ്പർ ആവുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ കേസാണെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 3.33 × 10⁵ ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, ഇനി ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനോ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ LV is equal to 22.2 × 10⁵ ജൂൾ കിലോ. ഓക്കെ, നിങ്ങൾക്കത് കാണുന്നില്ല. ഓക്കെ, സോ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ LV is equal to എത്രയാണ്? 22.6 × 10⁵ ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഈ പറയുന്ന ലേറ്റൻറ്റ് ഹീറ്റ് കാണാൻ നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? L is equal to Q/m. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ΔT വരാഞ്ഞ്? ബിക്കോസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇല്ല, അതുകൊണ്ടാണ് ΔT വരാത്തത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം? ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, മനസ്സിലായിനല്ലോ? ഇതുവരെ എടുത്തതിൽ ഡൗട്ടൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 10 കിലോഗ്രാം ഓഫ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, നമുക്ക് 10 കിലോഗ്രാം വാട്ടർ ഉണ്ട്.
അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? അതിനെ നമുക്ക് സ്റ്റീം ആക്കി മാറ്റണം. ഓക്കെ, അപ്പം ഈ പറഞ്ഞ 10 കിലോഗ്രാം വാട്ടർ എത്ര ഡിഗ്രിയിലുള്ളത്? 100 ഡിഗ്രി സെൽഷ്യസിലുള്ളത്. അതിനെ നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആക്കി മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയുള്ള എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ഓക്കെ, സോ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്നല്ലോ, എന്തായിരുന്നു? L is equal to Q/M അല്ലേ? ഈ ഇക്വേഷൻ വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആരാക്കി മാറ്റുക ചെയ്യേണ്ടത്? വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റുക ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, സോ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, അപ്പോൾ വാട്ടറിനെ സ്റ്റീമാക്കി മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കുന്നത്. വാട്ടറിനാണെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഞാനൊരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്. എന്താ? 22.6 into 10 raised to 5 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ എത്ര കിലോഗ്രാമാണ് തന്നിട്ടുണ്ട്? 10 കിലോഗ്രാം. അപ്പം നമുക്ക് മാസ് ഇവിടെ തന്നിട്ടുണ്ട് 10 kg. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? Q എന്ന് പറയുന്ന സാധനമല്ലേ കാണേണ്ടത്. സോ LV is equal to Q/M. ഓക്കെ, സോ ഇതിൽ നമുക്ക് Q is equal to LV into M എഴുതാം. LV എത്രയാ? 22.6 into 10 raised to 5 into മാസ് എത്ര തന്നിട്ടുണ്ട്? 10 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 22.6 into 10 raised to 6 ഇതാണ് എമൗണ്ട് ഓഫ് ഹീറ്റ്. ഓക്കെ, സോ നമ്മളോട് ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? എന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ്. ഓക്കെ, സോ നമുക്ക് എത്ര കിട്ടി? 22.6 into 10 raised to 6 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഇതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഗിവൺ ബിലോ റെപ്രസെൻറ്റ് ദ ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഓഫ് വാട്ടർ അറ്റ് 1 atm പ്രഷർ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന ടെമ്പറേച്ചർ കൂടി 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ കൂടി എവിടെ എത്തി? 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. അതിൽ നിന്ന് പിന്നെ ടെമ്പറേച്ചർ കൂടുന്നില്ല. B മുതൽ C വരെ ടെമ്പറേച്ചർ കൂടുന്നില്ല. അപ്പം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഹീറ്റ് ഉണ്ടായിരുന്നു. എന്താണ്? ലേറ്റൻറ്റ് ഹീറ്റ്. അതെന്താണ്? ഫേസ് ചേഞ്ച് ആണല്ലേ. ഇനി സിയിൽ നിന്നും ഡിയിലേക്ക് പിന്നെയും ടെമ്പറേച്ചർ കൂടി. ഓക്കെ, പിന്നെയും ടെമ്പറേച്ചർ കൂടി, അതൊരു ബോയിലിംഗ് പോയിന്റിലെത്തി, 100-ലെത്തി. ഓക്കെ, ആൻഡ് പിന്നെ E to Fഉം എന്താണ്? ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരുന്നു. ഓക്കെ, D to E ടെമ്പറേച്ചറിന് എന്തില്ല? ചേഞ്ച് ഇല്ല. അപ്പോൾ അവിടെയും എന്താണ്? ഒരു ഫേസ് ചേഞ്ച് ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിൽ അപ്പ് ദ ടേബിൾ ബി സിയിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഓക്കെ, ബി സിയിൽ നടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഐസ് പോയിന്റിലേക്കല്ലേ എത്തുന്നത് 0 എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നേ ഉള്ള സ്റ്റേറ്റ് എന്തായിരുന്നു? അത് ഐസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ആ ഐസ് എന്തായി മാറുകയാണ്? വാട്ടറായി മാറുകയാണ്. ഐസ് വാട്ടറായി മാറുന്നതിന് നമ്മൾ എന്താ പറയുക? മെൽറ്റിംഗ്. ഓക്കെ, അപ്പം അതിന് നമ്മൾ എന്താ പറയുക? ഫസ്റ്റ് പ്രോസസ്സിന് നമുക്ക് എന്ത് പറയാം? മെൽറ്റിംഗ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഞാനിവിടെ നമ്പർ 1. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായി? മെൽറ്റിംഗ്. ഓക്കെ, അടുത്തത് ചോദിക്കുന്നത് DE എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന പ്രോസസ്സ്. DE എന്ന് പറഞ്ഞാൽ 100-ൽ എത്തുക എന്ന് പറയുമ്പോൾ അതെന്താണ്? ബോയിൽ ചെയ്യാൻ തുടങ്ങിയെന്നാണ് അർത്ഥം അല്ലേ. അപ്പം ബോയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല? ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. അപ്പോൾ അത് എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് ആണ്. അപ്പം വാട്ടർ എന്തായി മാറുകയാണ്? വേപ്പറായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഒരു സാധനത്തിന് നമ്മൾ എന്താ പറയുക? വേപ്പറൈസേഷൻ എന്നാണ് പറയുക. അപ്പം രണ്ടാമത്തെ ആൻസർ കിട്ടിയില്ലേ? എന്താണ്? വേപ്പറൈസേഷൻ. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തേത് എന്താ ചോദിക്കുന്നത്? അവിടെയുള്ള ഫേസ്. ബി സിയിലുള്ള ഫേസ് ഏതാണ്? ബി സിയിൽ സോളിഡ് ഉണ്ട്. സോളിഡ് ലിക്വിഡായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആരെല്ലാം ഉണ്ട്? സോളിഡും ഉണ്ട്, ലിക്വിഡും ഉണ്ട്. അപ്പം നമ്മൾ മൂന്നാമത്തേൽ പറയുന്നത് സോളിഡ് പ്ലസ് ലിക്വിഡ്. ഓക്കെ, ആൻഡ് ഫൈനലി നാലാമതും കൂടി നമുക്കുണ്ടല്ലോ. നാലാമത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? DEയിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? DE എന്ന് പറയുന്നത് 100-ൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറുന്നത്. അവിടെ എന്തായിരുന്നു പ്രോസസ്സ്? എന്തായിരുന്നു? അവിടെ നടക്കുന്ന വേപ്പറൈസേഷൻ ആയിരുന്നു. അപ്പോൾ വേപ്പറൈസേഷൻ ആകുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും? ലിക്വിഡും ഉണ്ടാവും, വേപ്പേഴ്സും ഉണ്ടാവും അല്ലേ. നമുക്ക് പറയാം വാട്ടർ പ്ലസ്
സ്റ്റീം എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇതും ഉണ്ടല്ലേ, എ ബി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഏത് ഫേസ് ആണുള്ളത്? ഓക്കെ, എ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ആരാ ഉള്ളത്? 0 ഡിഗ്രി സെൽഷ്യസിന് മുന്നേ ആണ് എ ബി. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഐസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് അഞ്ചാമത്തെ ആൻസർ ഐസ്. ഇനി ആറാമത്തത് സി ഡി. സി ഡിയിൽ എന്താ നടക്കുന്നത്? 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫേസ് ചേഞ്ച് സംഭവിച്ചു, അതിനുശേഷം ഇൻക്രീസ് ചെയ്ത് 100-ലെത്തുക. അപ്പോൾ ആടെ ആരാ ഉള്ള? ലിക്വിഡാണുള്ളത്. ഓക്കെ, അപ്പം ആറാമത്തെ ആൻസർ വാട്ടർ ഓർ ലിക്വിഡ്. ഓക്കെ, ഇനി ഏഴാമത്തത് ഇ എഫ്. ഇ എഫിൽ എന്താ ഉള്ളത്? നമ്മൾ പറഞ്ഞു. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസിന് ശേഷം ആരുണ്ടാവും? ആരുണ്ടാവും? വേപ്പേഴ്സ്. 100 ഡിഗ്രി സെൽഷ്യസിന് ശേഷം ചൂടായി പിന്നെ എന്തായി? ആ ടെമ്പറേച്ചർ ചേഞ്ച്, സ്റ്റേറ്റ് ചേഞ്ച് മാറി പിന്നെയും ഗ്രാഫ് മേലോട്ടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആരായി? വേപ്പേഴ്സ് ആയെന്ന് അർത്ഥം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് എനർജി കറസ്പോണ്ടിങ് ടു ബി സി ഈസ് കോൾഡ്. ഓക്കെ, ബി സി എന്ന് പറയുന്ന പ്രോസസ്സ് നോക്ക്. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ എന്ത് ഹീറ്റാണ്? അവിടെ ഉള്ളത് ലേറ്റൻറ്റ് ഹീറ്റാണ്. അപ്പം അതാണ് നമ്മൾ പറയുന്നത്. ബി സിയിൽ ഏത് ടൈപ്പ് ഓഫ് ലേറ്റൻറ്റ് ഹീറ്റാണ്? സോളിഡ് ലിക്വിഡായി മാറുമ്പം ഏത് ടൈപ്പ് ഓഫ് ലേറ്റൻറ്റ് ഹീറ്റാണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണോ? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണോ? വേപ്പറൈസേഷൻ. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഏതാണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ബി സി എന്ന് പറയുന്ന പ്രോസസ്സിൽ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. ഇനി ഡി ഇ. ഓക്കെ, ഡിഇയിൽ എന്താണെന്നല്ലേ ചോദിക്കുന്നത്? DE എന്താണ് ആവുന്നത്? വാട്ടർ എന്താവുക ചെയ്യുന്നത്? വേപ്പേഴ്സ് ആവുക ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ വേപ്പേഴ്സ് ആവുമ്പോൾ അത് അവിടെ നടക്കുന്ന ലേറ്റൻറ്റ് ഹീറ്റ് ഏതാണ്? ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് എന്താണ്? വേപ്പറൈസേഷൻ. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, സോ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. അടുത്തത് സ്ലോപ്പ് ഓഫ് എ ബി ആൻഡ് സി ഡി ആർ ഡിഫറെൻറ്റ്. വൈ? എന്തുകൊണ്ടാണ് എ ബിൻ്റെയും സി ഡിൻ്റെയും സ്ലോപ്പ് ഡിഫറെൻ്റ് ആയത്? ഓക്കെ, ഡിഫറെൻറ്റ് സ്ലോപ്പ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിഫറെൻറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ആൻസർ ഇങ്ങോട്ട് എഴുതാം. അപ്പം ഡിഫറെൻറ്റ് സ്ലോപ്പ് ആണെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ദാറ്റ് specific heat capacity of ice and ഇവിടെ ഉള്ളത് ഐസും വാട്ടറും ആണല്ലോ. അപ്പം ഐസ് ആൻഡ് വാട്ടർ ആർ ഡിഫറെൻറ്റ്. ഓക്കെ, അടുത്തത് എന്താണ്? അതല്ലേ ഉള്ളൂ? അത്രയല്ലേ ക്വസ്റ്റ്യൻസ് ഉള്ളൂ? ദ സ്ലോപ്പ് ഓഫ് എ ബി ആൻഡ് സി ഡി ആർ ഡിഫറെൻറ്റ്. വൈ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറയാം എന്താണ്? ഡിഫറെൻറ്റ് സ്ലോപ്പ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു ഐസിൻ്റെയും വാട്ടറിൻ്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം ആരുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് കൂടുതൽ? വാട്ടറിൻ്റെ സ്പെസിഫിക്. അത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, വാട്ടർ ഹാസ് മോർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ദാൻ ഐസ്. ആൻഡ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഈ സ്ലോപ്പ് കണ്ടിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഓക്കെ, ആർക്കാണോ സ്ലോപ്പ് കുറവ്, സ്ലോപ്പ് ഈസ് ലെസ്സർ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? ഓക്കെ, സ്ലോപ്പ് ലെസ്സർ ആണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഹൈ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്തത് റൈറ്റ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഏതൊക്കെ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ഓക്കെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഈ 3 ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ആണുള്ളത്. അപ്പോൾ എന്താണ് കണ്ടക്ഷൻ? കണ്ടക്ഷൻ എന്ന് വിചാരിച്ചെങ്കിൽ എന്താണ്? മീഡിയത്തിലൂടെ മാത്രമാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിലെന്തില്ല? മാറ്ററിൻ്റെ ട്രാൻസ്ഫർ ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മെറ്റലാണെന്ന് വിചാരിച്ചു. ഞാൻ ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ ഹീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ വരെ എത്തും. പക്ഷെ അവിടെ പാർട്ടിക്കിൾസ് ഒന്നും മൂവ് ചെയ്തിട്ടില്ല. ആര് മാത്രമേ പോയിട്ടുള്ളൂ? ഹീറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം മീഡിയത്തിലൂടെ എന്ത് മാത്രം ട്രാൻസ്ഫർ ചെയ്യും? ഹീറ്റ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? കണ്ടക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, സോ heat transfer through a medium. Okay,
through a medium without bulk movement of matter. Bulk movement of matter. Okay. അടുത്തത് കൺവെക്ഷൻ. കൺവെക്ഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഈ പറഞ്ഞ ഹീറ്റ് ഇതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പറഞ്ഞതിൽ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ്? പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റോടുകൂടിയാണ്. ഫോർ എക്സാമ്പിൾ, സി, ഞാനിവിടെ ഒരു വെള്ളം ചൂടാക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാനിവിടെ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ ഓക്കെ, ഈ പറഞ്ഞ അടിയിലുള്ള സാധനം, അടിയിലുള്ള വെള്ളം ചൂടായി കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. അതിൻ്റെ ഡെൻസിറ്റി കുറയും, അത് മുകളിലേക്ക് പോകും. അപ്പം മേലെയുള്ള സാധനം ഇങ്ങോട്ടേക്ക് വരും, താഴോട്ടേക്ക് വരും. ഇങ്ങനെയാണ് വെള്ളം ചൂടാവുന്ന പ്രോസസ്സ്. അപ്പം ഇവിടെ എന്തില്ല? ഇവിടെ എന്ത് മാറുന്നുണ്ട്? പാർട്ടിക്കിൾസ് മാറുന്നുണ്ട് അല്ലേ? പാർട്ടിക്കിൾസിനൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം അതിന് അങ്ങനെയുള്ള ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ മെക്കാനിസം ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ through a medium with എന്താണ്? ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, വിത്ത് ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, ആൻഡ് ഫൈനലി റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേഡിയേഷൻ എന്ന് പറയുന്നത് മീഡിയം നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് എന്ത് വേണ്ട? മീഡിയം വേണമെന്നില്ല. സോ ഡസൻറ്റ് റിക്വയർ മീഡിയം. ഓക്കെ, മീഡിയം വേണമെന്നില്ല. ആൻഡ് മാത്രമല്ല, ഈ പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ്? EM വേവ്സ് ആയിട്ടാണ്. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ through EM വേവ്സ് ആണ്. ട്രാൻസ്ഫർ ത്രൂ EM വേവ്സ് വഴിയാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അടുത്തത് വി വിയർ വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് ഇൻ സമ്മർ. വൈ? ഓക്കെ, സമ്മർ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ക്ലോത്ത് ഇടുന്നത്? ഈ പറഞ്ഞ ലൈറ്റ് കളേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് കളറിനൊക്കെ എന്താണ്? ഈ പറഞ്ഞ ഹീറ്റിനെ ലീസ്റ്റ് ആയിട്ടാണ് പിടിച്ചു വെക്കുക. അതേസമയം ഡാർക്ക് കളേഴ്സൊക്കെ നല്ലോണം ഹീറ്റിനെ പിടിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അധികം ചൂടൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ക്ലോത്തിനെ യൂസ് ചെയ്യുന്നത്. സോ വൈറ്റ് ഓർ ലൈറ്റ് കളേർഡ് clothes absorb least heat. Okay, absorb least heat from sun. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഇതുവരെ ഈ പറഞ്ഞ ഇതുവരെയുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോ. ഓക്കെ, നമുക്കൊന്നുകൂടി പറയാം. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് ഈസ് ബ്ലാക്ക് ബോഡി? എന്താ ബ്ലാക്ക് ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്തോ ബ്ലാക്ക് കളറുള്ള ഒബ്ജക്റ്റ് ആണ്. ബ്ലാക്ക് ബോഡി എപ്പോഴാണ് ബ്ലാക്ക് കളർ ആവുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര കുറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ലോവർ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോഴാണ് ബ്ലാക്ക് ബോഡി ബ്ലാക്ക് കളർ ആവുക. ഓക്കെ, സോ എന്ത് ചോദിക്കുന്ന വാട്ട് ഈസ് ബ്ലാക്ക് ബോഡി? ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് ചോദിച്ചാൽ എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസിനും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. സോ ആൻ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എ ബോഡി, an object that absorb all radiations, all radiations എന്ന് പറയുന്നത് എന്താണ്? അതിൽ വേവ് ലെങ്ത് ഒന്നും എന്താണെന്ന് പോലും പ്രശ്നമില്ല. ഓക്കെ, all radiations falling on it at all wavelength. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലാക്ക് ബോഡി. സോ ആൻ ഒബ്ജെക്ട് ദാറ്റ് അബ്സോർബ് ഓൾ റേഡിയേഷൻസ് ഫോളോയിങ് ഓൺ ഇറ്റ് അറ്റ് ഓൾ വേവ് ലെങ്ത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കുന്നത്. ആൻഡ് ബ്ലാക്ക് ബോഡിക്ക് എന്തിനും പറ്റും? എമിഷനും പോസിബിൾ ആണ്. എല്ലാ റേഡിയേഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻസും എമിറ്റ് ചെയ്യാനും ആർക്ക് പറ്റും? ബ്ലാക്ക് ബോഡിക്ക് പറ്റും. ഓക്കെ, സ്റ്റേറ്റ് ബോയിൽസ് ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു ബോയിൽസ് ലോ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷനാണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോളിയം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, സോ ബോയിൽസ് ലോ അറിയാലോ. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി
എന്താണ് ആൽഫ എൽ? ആൽഫ എൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? ലീനിയർ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ ഓക്കെ അപ്പം ആൽഫ എൽ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എൽ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ ഇതാ. ഓക്കെ ആൽഫ എൽ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ആൻഡ് ആൽഫ വി എന്താണ്? ആൽഫ വി വോളിയം ചേഞ്ച് ആണല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാണ് പറയുക? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം ഇൻ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ ഇത് തമ്മിലുള്ള റിലേഷനാണ് കാണേണ്ടത്. ഓക്കെ സി നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. ഓക്കെ അപ്പം നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോളിയം? എൽ ക്യൂബ് അല്ലേ? ഇതാണ് വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ അപ്പം ലെങ്ത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ആർക്കും മാറ്റം വരും, വോളിയത്തിനും മാറ്റം വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ലെങ്ത്ത് കൂട്ടുകയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഡെൽറ്റ എൽ കൂട്ടുകയാണെങ്കിൽ എൻ്റെ വോളിയവും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പുതിയ വോളിയം എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ്. ഓക്കെ എനിക്ക് ഇങ്ങനത്തെ പുതിയൊരു വോളിയം ആണല്ലോ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണേണ്ടത് ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്താണ്? വി ഡാഷ് മൈനസ് വി. ഓക്കെ എന്തായിരുന്നു വി ഡാഷ് എന്ന് പറയുന്നത്? എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഓക്കെ ഇതാണല്ലോ ചേഞ്ച് ഇൻ വോളിയം മൈനസ് ഒറിജിനൽ വോളിയം. ഓക്കെ അപ്പം നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇത് പറഞ്ഞോ എൽ ക്യൂബ് പ്ലസ് പിന്നെന്താ 3l സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് 3l ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ എൽ ക്യൂബും ഈ മൈനസ് എൽ ക്യൂബും നമുക്ക് കട്ട് ചെയ്തുകൂടെ? ആൻഡ് ഡെൽറ്റ എൽ ക്യൂബ് സ്മോൾ വാല്യൂ ആയിരിക്കും, അതും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നെ ഡെൽറ്റ എൽ സ്ക്വയർ അതും ചെറിയ വാല്യൂ, സോ ഇതും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഫൈനലി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് ആര് മാത്രമേ ഉള്ളൂ? 3l സ്ക്വയർ ഡെൽറ്റ എൽ മാത്രമേ ഉള്ളൂ. ഓക്കെ ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷനും കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻ ആണല്ലോ കാണേണ്ടത്. ഓക്കെ അപ്പം ആൽഫ വി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ ആൽഫ വി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം 3l സ്ക്വയർ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഒറിജിനൽ വോളിയം എത്രയായിരുന്നു? എൽ ക്യൂബ് ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ എൽ ക്യൂബും എൽ സ്ക്വയറും കട്ട് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ആരുണ്ട്? 3 ഡെൽറ്റ എൽ ബാക്കി ഒരു എൽ പിന്നെ ഒരു ഡെൽറ്റ ടി. ഈ സാധനം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ ആൽഫ വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ. ഓക്കെ അവിടത്തോടുകൂടി ആ റിലേഷനും കഴിഞ്ഞു. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഓക്കെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്? ഈ പറഞ്ഞ ടെമ്പറേച്ചറിൻ്റെ സറൗണ്ടിങ് ടെമ്പറേച്ചറും ആ ഒബ്ജക്റ്റിലെ ടെമ്പറേച്ചർ ഡിഫറൻസും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അതാണ് ന്യൂട്ടൺസ് ലോ പറയുന്നത്. ഓക്കെ അപ്പം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് സേസ് ദാറ്റ് ദ റേറ്റ് ഓഫ് loss of heat. Okay, the rate of loss of heat of a body is proportional to, അത് എന്തിന് പ്രൊപ്പോർഷൻ ആണ്? is proportional to the difference of temperature, difference of temperature of the body. Okay, difference of temperature of the body and പിന്നെ ആരുമാണ്? and the surroundings. Okay, and the surroundings. ഇതിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ എന്താണ് റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്? എത്രമാത്രമാണോ ഹീറ്റ് ലോസ് ചെയ്യുന്നത് അത് എന്തിനും പ്രൊപ്പോർഷനാണ്? ഈ പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ്. ഏതിൻ്റെയൊക്കെ ടെമ്പറേച്ചർ ഡിഫറൻസ്? നമ്മുടെ ഒബ്ജക്റ്റിൻ്റെതും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ മൈനസ് dq/dt
is equal to K into T2 minus T1. എന്താണ് T2 T1 ഒക്കെ? ഓക്കെ, T1 എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഓക്കെ, T2 എന്ന് പറയുന്നത് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ആൻഡ് T2 എന്ന് പറയുന്നത് എന്താണ്? T2 എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ഒബ്ജക്റ്റ് എന്നില്ല. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ ഓക്കെ അടുത്തത് പിന്നെ വേറൊരു ഒന്നും കൂടി ഉണ്ടല്ലോ, കെ എന്താണ്? കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. കെ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഓക്കെ why burns from steam are usually more serious than those from boiling water. ഓക്കെ, അപ്പം ബോയിലിംഗ് വാട്ടറിനേക്കാളും എന്താണ് സ്റ്റീമിലുള്ള പൊള്ളലാണ് കുറച്ച് കൂടുതലായിട്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം ഈ പറഞ്ഞ വെള്ളം ചൂടായി സ്റ്റീം ആകുമ്പോൾ നമ്മളൊരു ഹീറ്റും കൂടി കൊടുക്കുന്നുണ്ട്. എന്ത്? ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്ന ഹീറ്റും കൂടി കൊടുക്കുന്നുണ്ട്. അതുകൂടി കൊടുക്കുമ്പം അതും കൂടി ആർക്കുണ്ട്? നമ്മുടെ സ്റ്റീമിനുണ്ട്. അപ്പം എക്സ്ട്രാ പൊള്ളൽ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഫോർ വാട്ടർ ദ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഞാൻ LV എന്ന് എഴുതിയാൽ മനസ്സിലാവുമല്ലോ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എത്രയാണ്? 22.6 ഇൻറ്റു 10⁵5 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് ആണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റീമിനാകുമ്പോൾ ഇതെന്ത് ചെയ്യും? സോ സ്റ്റീം അറ്റ് 100 degree Celsius carries 22.6 into 10⁵5 joule kilogram inverse more heat than ആരേക്കാളും more heat than water at 100 degree Celsius. അപ്പം 100 degree Celsiusലുള്ള സ്റ്റീം എന്ന് പറയുന്നത് എക്സ്ട്രാ ഒരു 22.6 into 10⁵5 ഹീറ്റും കൂടി ലേറ്റൻറ്റ് ഹീറ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. പക്ഷേ വാട്ടറിൽ അത്ര ഇല്ല. വാട്ടറിന് എന്ത് മാത്രമേ ഉള്ളൂ? ആ 100 degree Celsius മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇസ് വൈ ബേൺസ് ഫ്രം സ്റ്റീം ആർ യൂഷ്വലി മോർ സീരിയസ് ദാൻ ദോസ് ഫ്രം ബോയിലിംഗ് വാട്ടർ. ഓക്കെ, അപ്പം ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ആൻഡ് ഡിഫൈൻ സബ്ലിമേഷൻ. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് സബ്ലിം. ഓക്കെ, എന്താണ് സബ്ലിമേഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ? ഓക്കെ, സോളിഡ് സ്റ്റേറ്റുള്ള സാധനം ഡയറക്റ്റ്ലി വേപ്പർ സ്റ്റേറ്റിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. എന്തില്ല? ലിക്വിഡ് ഫോർമേഷൻ ഇല്ലാതെ ഡയറക്റ്റ്ലി വേപ്പർ സ്റ്റേറ്റിലേക്ക് ആവുന്നത്. സോ അതിനെങ്ങനെ ആൻസർ കൊടുക്കാം? ചേഞ്ച് ഫ്രം സോളിഡ് സ്റ്റേറ്റ് ടു വേപ്പർ സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. ഓക്കെ, without passing through liquid state. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ക്യാംഫർ. പിന്നെന്താ? ഡ്രൈ ഐസ് എന്ന് പറയുമ്പോൾ സോളിഡ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഇതൊക്കെയാണ് സബ്ലിമേഷൻ്റെ സബ്സ്റ്റൻസ് ദാറ്റ് സബ്ലിമിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, സോ എന്താണ്? സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനം ഡയറക്റ്റ്ലി എന്താണ് ചെയ്യുന്നത്? വേപ്പർ സ്റ്റേറ്റിലാണ് ചെയ്യുന്നത്. എങ്ങോട്ട് പോകുന്നില്ല? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. ഓക്കെ, അടുത്ത ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? നമ്മൾ നേരത്തെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പഠിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ എന്താ ചോദിക്കുന്നത്? ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ അവിടെ യൂണിറ്റ് മാസ് വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി ടെമ്പറേച്ചർ കൂടിയാൽ മതി. ഓക്കെ, സോ amount of heat required to rise the temperature. Okay, amount of heat required to rise the temperature of substance by
1 യൂണിറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, ഹീറ്റ് കപ്പാസിറ്റിൻ്റെ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇവിടെ എന്ത് വേണ്ട? മാസ് വേണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇത്രയും സാധനങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. അടുത്തത് ഡിഫൈൻ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു മോളിലുള്ളതിനെയാണ് നമ്മൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു മോൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഒരു മോളിൻ്റെ 1 യൂണിറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പ്രഷറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ ഇതെന്ന് പറയുന്നത് amount of heat required to raise the temperature നമുക്ക് എന്ത് ചെയ്യണം? റേസ് ചെയ്യണം. ഓഫ് 1 mole of the substance by 1 unit, keeping the pressure constant. Okay, so എന്താ പറയുന്നത്? amount of heat required to raise the temperature of 1 mole of substance by 1 unit keeping the pressure constant. ഓക്കെ, പ്രഷറിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഒരു മോൾ സാധനത്തിൻ്റെ ടെമ്പറേച്ചർ 1 യൂണിറ്റ് കൂട്ടുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എഴുതണ്ടേ? സി പി ഈസ് ഈക്വൽ ടു 1 by mu ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇത് ഏത് കണ്ടീഷൻ ആയിരിക്കണം? കോൺസ്റ്റൻറ്റ് പ്രഷറിലായിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പി എന്നും കൂടി ഇടണം. ഓക്കെ, അടുത്ത ഡിഫൈൻ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ളത് എങ്ങനെ നമ്മൾ നോക്കുക? കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ളത് ഇതേപോലെ തന്നെ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കുന്നതിന് പകരം ഇവിടെ ആരെ കോൺസ്റ്റൻ്റ് ആക്കുക? വോളിയത്തിനെ കോൺസ്റ്റൻ്റ് ആക്കുക. സോ amount of heat required to raise the temperature of 1 mole of substance. Okay, 1 mole of substance by 1 unit keeping ആരെയാ കോൺസ്റ്റൻ്റ് ആക്കണ്ടേ? വോളിയത്തിന്. സോ കീപ്പിംഗ് ഇറ്റ്സ് വോളിയം കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ എന്താ പറയുന്നത്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 1 മോൾ ഓഫ് സബ്സ്റ്റൻസസിന് നമുക്ക് 1 യൂണിറ്റ് ടെമ്പറേച്ചർ കൂട്ടണം. അതിന് വേണ്ടിയിട്ട് വോളിയത്തിന് നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണ്. നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്, ഇപ്പം നമ്മൾ പറയുന്നത് വോളിയത്തിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട്. ഓക്കെ, അതാണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സി വി എന്നാണ്. സി വി ഈസ് ഈക്വൽ ടു 1 by mu ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ആൻഡ് ഇവിടെ ആര് വരും? നേരത്തെ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയപ്പോൾ പി എഴുതി, ഇപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആകുന്നത് വി എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുക. സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്ന സ്റ്റേറ്റിന് നമ്മൾ എന്താ പറയുക? സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്നതിന് നമ്മൾ എന്താ പറയുക? ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യും. സോളിഡിൽ നിന്നും ലിക്വിഡ് ആവുന്ന സ്റ്റേറ്റിന് നമ്മൾ എന്താ പറയുക? അതിനാണ് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലിക്വിഡിൽ നിന്നും സോളിഡ് ആവുന്ന സബ്സ്റ്റൻസ്, ലിക്വിഡിൽ നിന്നും സോളിഡ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഫ്യൂഷൻ അല്ലേ. ആൻഡ് ഫൈനലി ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുകയാണെങ്കിൽ അതിനെന്താ പറയുക? ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. ആൻഡ് ഗ്യാസിൽ നിന്നും ലിക്വിഡ് ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കണ്ടൻസേഷൻ. ആൻഡ് സോളിഡിൽ നിന്നും ഗ്യാസ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സബ്ലിമേഷൻ എന്ന് വിളിക്കും. ഓക്കെ, സബ്ലിമേഷൻ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നുള്ളത്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഓക്കെ, സോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.